യാത്രകളോട് പ്രണയം തോന്നാത്തവരായിട്ട് ആരാലേ ഉള്ളത്. എൻ്റെ ഓരോ യാത്രകളും ഞാൻ നടത്തിയ ഓരോ യാത്രകളും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. എന്നാൽ ചില യാത്രകൾ എനിക്ക് ഏറ്റവും സ്പെഷ്യലുമാണ്. അത് ഏതാണെന്നല്ലേ, നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ കാണാൻ പോകുന്ന ആ യാത്രകൾ ഇന്നും നമുക്ക് സ്പെഷ്യലല്ലേ. അതെ, ഞാൻ നാട്ടിലേക്ക് പോകാൻ കേട്ടോ, അമ്പലപ്പുഴയിലേക്ക് പോകുന്നൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ശരിക്കും നാട്ടിലേക്ക് പോകാൻ തീരുമാനം എടുക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. പിന്നെ ട്രെയിൻ ബുക്ക് ചെയ്ത് പോകുന്ന ദിവസം ആകാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് ദിവസങ്ങൾ അങ്ങനെ എണ്ണയുള്ളൊരു കാത്തിരിപ്പ്. പക്ഷെ ഞാൻ മാത്രമാകണമെന്നില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്കൊക്കെ തിരിച്ചു പോകുന്ന ഓരോ യാത്രകളും ഓരോ പെൺകുട്ടികൾക്കും സ്പെഷ്യൽ തന്നെയായിരിക്കും. അങ്ങനത്തെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇപ്പം പണ്ടത്തെ പോലെയല്ല, നമ്മളുടെ സാധനം മാത്രമല്ല, ഈ ഒരു മുതലിൻ്റെ സാധനങ്ങളും എല്ലാം തന്നെ എടുത്തു വെക്കണം. അവൻ്റെ ടോയ്സ് അടക്കം എല്ലാം ഈ ഒരു പെട്ടിയിലാക്കി നമ്മൾ അങ്ങനത്തെ സ്റ്റേഷനിലെത്തി. നമ്മളെ അധികം മോഷിപ്പിക്കാതെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ നമ്മളെ കൊച്ചുവേളിയും ലാൻഡ് ചെയ്ത്. എന്താണെങ്കിലും ഹസ്ബൻഡിന് വർക്ക് ഫ്രം ഹോം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനും കേതിനും കൂടെയാണ് കേട്ടോ ഇപ്പോഴത്തെ യാത്രകളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കേതിൻ്റെ സങ്കടങ്ങളൊക്കെ മാറി. കേതിൻ്റെ ഒന്ന് സെറ്റായി വന്നു. അങ്ങനെ കേതിന് വാങ്ങിച്ചത് ആ ചിപ്സൊക്കെ കേതിൻ്റെ കൈ കൊടുത്ത് കേതിന് അതൊക്കെ കണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കാനുണ്ട്. കേതിനും ഒരുപാട് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ കേതിന് കഴിക്കാനായി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതാ ഷെയർ ചെയ്തൊക്കെ കഴിച്ചു. എന്താണെന്ന് അറിയില്ല, നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിശപ്പാണ് കേട്ടോ. അങ്ങനത്തെ ചായ കുടിച്ചു, സ്നിക്കേഴ്സ് കഴിച്ചു, സമോസ കഴിച്ചു. അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം ഇതൊക്കെ ഇതും ഭയങ്കര കളിയായിരുന്നു. കുട്ടികൾക്ക് എന്ത് ട്രെയിൻ എന്ത് ബസ്സിൽ അവർ എവിടെയാണെങ്കിലും അവർ മാക്സിമം എൻജോയ് ചെയ്യും. എന്താണെങ്കിലും നമ്മളുടെ ഇടയ്ക്കുള്ള ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഉറക്കമൊന്നും വരാത്തതുകൊണ്ട് ഞാനും കേതിനും കൂടെ ഇതാ മാനായും കടുവയായും കുറച്ചധികം സമയം കളിച്ചു കേട്ടോ. ശരിക്കും ഈ ഒരു യാത്ര നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു തന്നെ പറയാം. ഇനിയിപ്പോൾ എന്താണ്, ഒരു രാത്രിയുടെ ദൂരം മാത്രമാണ് നമ്മുടെ അമ്പലപ്പുഴയിലേക്ക്. ഇനിയിപ്പോൾ ഇതാ കിടന്ന് ഉറങ്ങണം, രാവിലെ എഴുന്നേൽക്കണം. അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.